ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പാറ്റോസോറസ് ദിനോസറിനെ പറ്റിയാണ്. അപ്പാറ്റോസോറസ് ദിനോസറിൻ്റെ ശാസ്ത്രീയ നാമം അപ്പാറ്റോസോറസ് അജാക്സ് അല്ലെങ്കിൽ അപ്പാറ്റോസോറസ് ലൂയിസെ എന്നാണ്. സൗരോപോഡ് വർഗത്തിൽപ്പെട്ട ഈ ദിനോസറുകളുടെ കഴുത്തിന് വലിയ നീളമുള്ളതാണ്. ഇവർ സസ്യഭുക്കുകളുമാണ്. ഏകദേശം 145 മുതൽ 153 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ദിനോസറുകൾ ജീവിച്ചിരുന്നത്. അപ്പാറ്റോസോറസ് ദിനോസറുകളുടെ വൻ ശരീരഭാരം താങ്ങുവാൻ പറ്റിയ തൂണുകൾ പോലെയുള്ള കട്ടിയുള്ള കാലുകളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇവയുടെ തല ചെറുതും പല്ലുകൾ സസ്യങ്ങൾ പറിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുമാണ്. ഈ ഭീമൻ ദിനോസറിന് വളരെ നീളം കൂടിയ കഴുത്തും വലിയ വാലും ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. 21-23 മീറ്റർ നീളവും 20-30 ടൺ വരെ ഭാരവും ഈ ദിനോസറുകൾ ഉണ്ടായിരുന്നതായി അനുമാനിക്കുന്നു. കഴുത്ത് നീളം കൂടിയതിനാൽ ഉയരം കൂടിയ മരങ്ങളിൽ നിന്നുള്ള ഇലകൾ എളുപ്പം ഭക്ഷിക്കാൻ സാധിച്ചിരുന്നു. മരങ്ങളുടെ ഇലകൾ, ചെറുപൊടികൾ, ചെടികൾ എന്നിവ കഴിക്കുന്ന ഒരു സസ്യഭുക്കായിരുന്നു അപ്പാറ്റോസോറസ് ദിനോസറുകൾ. ഈ ദിനോസറുകൾ കൂട്ടമായി സഞ്ചരിച്ച് നിന്നിരിക്കാം. ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഇവയുടെ വൻവാൽ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടമായി സഞ്ചരിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അപ്പാറ്റോസോറസുകൾ മുട്ട ഇടുന്ന ജീവിവർഗമാണ്. മണൽ അല്ലെങ്കിൽ മണ്ണിൽ ചെറുകുഴികളിൽ മുട്ട ഇട്ടിരിക്കും. കുഞ്ഞുങ്ങൾ വളരാൻ വളരെ സമയം എടുത്തിരിക്കും. ആദ്യം ഈ ദിനോസറുകളെ ബ്രോൺറ്റോസോറസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അസ്ഥി വൈജ്ഞാനിക പരിശോധനയിൽ ശരിയായ പേർ അപ്പാറ്റോസോറസ് ആയി സ്ഥിരീകരിച്ചു. അപ്പാറ്റോസോറസ് ദിനോസറുകളിൽ പെൺ അപ്പാറ്റോകൾ മണലിലോ മണ്ണിലോ ചെറുകുഴികൾ പല മുട്ടകളിടുന്നു. മുട്ടകൾ വിരിയാൻ ആഴ്ചകളോളം സമയം വേണ്ടിവരുന്നു. മുട്ട വിരിഞ്ഞ് വളരെ ചെറിയ അപ്പാറ്റോസോറസ് കുഞ്ഞ് പുറത്തു വരും. ആരംഭത്തിൽ തന്നെ സ്വയം സസ്യങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരിക്കും കൂട്ടമായി സഞ്ചരിച്ചിരുന്നത്. ഇവരുടെ ശരീരം വേഗത്തിൽ വളർന്ന് കഴുത്തും വാലും നീളം കൈവരിക്കുന്നു. കൂട്ടത്തിൽ മറ്റ് ദിനോസറുകളോടൊപ്പം സഞ്ചാരം തുടങ്ങുന്നു. പൂർണ്ണമായ വലുപ്പത്തിലേക്ക് പിന്നീട് ഇവ എത്തിച്ചേരുന്നു. തുടർച്ചയായി ഇവയുടെ ജീവിതചക്രം ഇങ്ങനെ തുടർന്നിരിക്കാം. ഏകദേശം 70-80 വർഷം വരെ ജീവിച്ചിരുന്നിരിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.